ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 86-ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആദ്യം കണ്ണു തുറന്നു വർണ്ണയാണ്. വാതിലും ജനലെല്ലാം അടച്ചിട്ടിരുന്നതിനാൽ നേരം വെളുത്തോന്നറിയില്ല. കമിഴ്ന്നു കിടന്ന വർണ്ണയുടെ നഗ്നമായ പുറത്ത് തല വെച്ച് ഇരു കൈകൾ കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചാണ് ദത്തൻ കിടന്നത്. വർണ്ണ പതിയെ അവൻ്റെ കൈയെടുത്ത് മാറ്റി ഒരു സൈഡിലേക്കായി നീങ്ങി. ശേഷം ദത്തനെ ഉണർത്താതെ അവൻ്റെ തലയിണയിലേക്ക് വെച്ച് പതിയെ എണീറ്റു. ഒരു ഷോർട്ട്സ് മാത്രമാണ് അവൻ്റെ വേഷം. അവൻ്റെ നെഞ്ചിലും കഴുത്തിലുമായി തൻ്റെ നഖങ്ങളിലെ പോറലും ഉണ്ട്. വർണ്ണ ശബ്ദമുണ്ടാക്കാതെ പൊതിച്ചിരുന്ന പുതപ്പെല്ലാം കൂടി ചുറ്റിപ്പിടിച്ച് ബെഡിൽ നിന്ന് എണീറ്റ് ദത്തൻ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് ബെഡിലേക്ക് തന്നെ മറച്ചിട്ടു. എങ്ങോട്ടാണവോ പൂച്ചയെ പോലെ പമ്മി പമ്മി പോണേ? കണ്ണ് കടച്ച് കിടന്നുകൊണ്ട് തന്നെ ദത്തൻ ചോദിച്ചു. രാവിലെയായി ആണോ? അതിന്? ദത്തൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തുകൊണ്ട് ചോദിച്ചു. എണീക്കണ്ടേ? വേണ്ട, എൻ്റെ കൂടെ ഇങ്ങനെ ചേർന്ന് കിടന്നാൽ മതി എൻ്റെ കുഞ്ഞിപ്പെണ്ണ്, ഓക്കെ? ദത്തൻ അവളെ ഇറുക്കെ പുണർത്തുകൊണ്ട് പറഞ്ഞു. ദത്തൻ ഒരു കയ്യിൽ തല താങ്ങി നിന്ന് വർണ്ണയെ നോക്കി. അവൻ്റെ ആ നോട്ടം കണ്ട് വർണ്ണ ആകെ ചൂളിപ്പോയി. ദത്തൻ കുനിഞ്ഞ് അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഞാൻ കടിച്ച് തിന്നട്ടടി, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ദത്തൻ അവളുടെ കവളിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴും വർണ്ണയുടെ മുഖത്ത് ടെൻഷൻ മാത്രമാണ് ഉള്ളത്. ദേവു, നീ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? ഒന്നുമില്ലടാ. ദത്തൻ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവൻ വർണ്ണയുടെ മേലുള്ള പുതപ്പിൽ പിടിച്ചു. വർണ്ണ പേടിയോടെ പുതപ്പിൽ പിടിമുറുക്കി. കുഞ്ഞേ, ദത്തൻ പ്രത്യേക താളത്തിൽ വിളിച്ച് അവളുടെ മേലുള്ള പുതപ്പ് പതിയെ മാറ്റി. തൻ്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങി ചുവന്ന് കിടക്കുന്നിടത്ത് അവൻ പതിയെ ഒന്ന് തഴുകിയതും വർണ്ണ ഒന്ന് ഏരി വലിച്ചു. സോറിടാ, ഐ എം റിയലി സോറി. ദത്തൻ അവളുടെ ചുമന്ന പാടിൽ പതിയെ ചുണ്ടുകൾ അമർത്തി. ശേഷം എഴുന്നേറ്റ് താഴെ കിടന്നിരുന്ന വർണ്ണയുടെ ഡ്രസ്സുകൾ എടുത്ത് അവൾക്ക് കൊടുത്ത് ദത്തൻ പുറത്തേക്ക് പോയി. വർണ്ണ ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് വരുമ്പോൾ ദത്തൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ കുളിക്കാനായി ഡ്രസ്സും എടുത്ത് പുറത്തേക്ക് വന്നപ്പോൾ ആരോടോ ഫോണിൽ സംസാരിച്ച് ദത്തൻ നിൽക്കുന്നുണ്ട്. ദത്ത! അവളുടെ വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. നിനക്കിവിടെ ഷർട്ടൊന്നുമില്ലേ ഇടാൻ? അവളുടെ നിൽപ്പും ഭാവം കണ്ട് ദത്തന് ചിരി വന്നിരുന്നു. അവൻ ഫോൺ കട്ട് ചെയ്ത് ഒന്ന് ചുറ്റും നോക്കി. ശേഷം മീശ പിരിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് വന്നതും അപകടം മണത്ത വർണ്ണ നേരെ ബാത്റൂമിലേക്ക് ഓടി. പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പേ ദത്തൻ്റെ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചിരുന്നു. എങ്ങോട്ടടി കള്ളി ഓടണേ? ദത്തൻ അവളുടെ കഴുത്തിൽ ഇക്കിളിയാക്കി ചോദിച്ചു. രാവിലെ തന്നെ ഇങ്ങനെ ഷർട്ട് ഇടാതെ അവൻ ഫ്രീ ഷോയായി ഇറങ്ങിയിരിക്കുക. കള്ളി നിന്റെ മറ്റവളാടാ. മറ്റവളെ തന്നെ ഞാൻ വിളിച്ച കള്ളിന്ന്. ഞാൻ കള്ളിയല്ല. അവൾ അവൻ്റെ കയ്യിൽ കുതറിയും. അതെ, നീ കള്ളിയാ. അതിന് ഞാൻ എന്താ തന്നെ മോഷ്ടിച്ചേ? എൻ്റെ മനസ്സ്. ദത്തൻ്റെ ആ ഒറ്റ ഡയലോഗിൽ വർണ്ണ തലയും കുത്തി വീണു. എനിക്ക് കുളിക്കണം, എന്താ തന്നെ വിട്ടേ? അവൾ സൗമ്യമായി പറഞ്ഞു. എന്നാൽ ഞാനും വരട്ടെ, നമുക്ക് ഒരുമിച്ച് കുളിക്കാം. വാന്ന. ശരിക്കും? ദത്തൻ വിശ്വാസം വരാതെ ചോദിച്ചു. അവൾ നാണത്തോടെ തലയാട്ടിയതും ദത്തൻ അവളുടെ മേലുള്ള പിടിയഴിച്ച് താഴെ ഇറക്കി നിർത്തി. അതേസമയം വർണ്ണ അവന് നേരെ തിരിഞ്ഞ് ദത്തനെ പിന്നിലേക്ക് തള്ളി. കൂടെ കുളിക്കണം പോലും വയസ്സാം കാലത്താ കള്ളക്കണവൻ്റെ ഒരാഗ്രഹങ്ങളേ. അത് പറഞ്ഞ് ബാത്റൂമിൽ കയറി വാതിലടച്ചു. ആരടിക്കളവൻ? ഇന്നലെ ഒരു വട്ടം മോള് കണ്ടതല്ലേ ചേട്ടൻ്റെ പെർഫോമൻസ്. അതുകൊണ്ട് അധികം പൊച്ചിക്കാൻ നിൽക്കണ്ട. മുതലും പലിശയും ചേർത്ത് ഞാനങ്ങ് തിരിച്ചു തരും. മീശ പിരിച്ചുകൊണ്ട് ദത്തൻ വീട്ടിലേക്ക് കയറിപ്പോയി. അവൻ പറയുന്ന കേട്ട് ഒരു നിമിഷം വർണ്ണയുടെ ശരീരമാകെ ഒരു വിറയിൽ കയറിപ്പോയി. ഇന്നലത്തെ കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്തോറും അവളുടെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് പറന്നു. തണുത്ത വെള്ളം ശരീരത്തിലേക്ക് വീണതും ആകെ നീറിപ്പുകയുന്ന പോലെ ഒരു തോന്നൽ. അവൾ ബാത്റൂമിലെ കണ്ണാടിയിലൊന്ന് നോക്കി.
തൻ്റെ കഴുത്തിലും പുറത്തുമായി പതിഞ്ഞു കിടക്കുന്ന ചുവന്ന പാടിലൂടെ പതിയെ തലോടി. ഒപ്പം ചുണ്ടിലൊരു ചിരി വിടർന്നു. കുളി കഴിഞ്ഞിറങ്ങിയ വർണ്ണ ദത്തനെ പേടിച്ച് മുറ്റത്തേക്ക് തന്നെ കറങ്ങി തിരിഞ്ഞു നടന്നു. കുറച്ചു കഴിഞ്ഞ് ദത്തൻ കുളിക്കാനായി പുഴക്കടവിലേക്ക് ഇറങ്ങുന്നത് കണ്ടതും വർണ്ണ ആശ്വാസത്തോടെ അടുക്കള വഴി അകത്തേക്ക് കയറി. അവൾ റൂമിൽ വന്ന് സിന്ദൂര ചെപ്പിൽ നിന്ന് ഒരു നുള്ളു സിന്ദൂരം തൊട്ട് അടുക്കളയിലേക്ക് നടന്നു. പോകുന്ന വഴി അവളുടെ കണ്ണുകൾ അപ്പുറത്തെ മുറിയിലേക്ക് എത്തി. റൂം ദത്തൻ വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. ബെഡ്ഷീറ്റും മാറ്റിയിട്ടുണ്ട്. അവൾ നേരെ അടുക്കളയിലേക്ക് നടന്നു. ഗ്യാസും ഫ്രിഡ്ജും മറ്റ് അത്യാവശ്യ സാധനങ്ങളും അടുക്കളയിൽ ഉണ്ടായിരുന്നു. വർണ്ണ ഫ്രിഡ്ജിൽ നിന്ന് ദോശമാവ് എടുത്ത് ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. കുളി കഴിഞ്ഞ് ദത്തൻ അകത്തേക്ക് കയറി വന്നു. വർണ്ണയെ റൂമിൽ കാണാത്തതുകൊണ്ട് അവൻ ടവൽ കൊണ്ട് തല തോർത്തി അടുക്കളയിലേക്ക് വന്നു. ദോശ ഉണ്ടാക്കുന്ന വർണ്ണയെ ദത്തൻ ഡോറി ചരിഞ്ഞ് നോക്കി. ഒരു ടീഷർട്ടും ഹാഫ് പാൻറ്റുമാണ് അവളുടെ വേഷം. ആ ഡ്രസ്സിൽ അവൾ ഒന്നുകൂടെ ചെറുതായ പോലെ ദത്തന് തോന്നി. അവൾ കൺമുന്നിൽ നിൽക്കുന്ന ഓരോ നിമിഷവും അവനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ അവൻ പോലും നിയന്ത്രിക്കാനായില്ല. ദോശ പൊട്ടാതെ കറക്റ്റായി മറച്ചിടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രണ്ട് ബലിഷ്ഠമായ കൈകൾ തൻ്റെ അരയിലൂടെ ചുറ്റിമുറുകുന്നത് ദത്തൻ അറിഞ്ഞത്. ദത്ത, ഒരുങ്ങിയിരുന്നോട്ടാ, അവൾ ശാസനയോട് പറഞ്ഞു. ഞാൻ കുറച്ചു നേരം എൻ്റെ ഭാര്യ ഒന്ന് സ്നേഹിക്കട്ടേന്നേ. ദത്തൻ വർണ്ണയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ പിൻകഴുത്തിലായി മുഖം ചേർത്തു. കുളി കഴിഞ്ഞു വന്ന അവൻ്റെ മുടിയിലെ വെള്ളം അവളുടെ കഴുത്തിലും പുറത്തുമായി പറ്റിപ്പിടിച്ചു. അടുത്ത നിമിഷം ദത്തൻ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തിലൂടെ ഓടി നടന്നു. അവസാനം അവളുടെ അതരങ്ങളിൽ വന്ന് നിന്നു. ദത്തൻ അവളുടെ പിൻകഴുത്തിൽ ഒരു കൈ കൊണ്ട് പിടിച്ച് മറ്റേ കഴുത്തിൽ അവളുടെ ഇടുപ്പിലായും പിടിച്ച് തൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചു. അനങ്ങാതെ ഇരുവരും കണ്ണടച്ച് അങ്ങനെ കുറേ നേരം നിന്നു എന്നറിയില്ല. എവിടെ നിന്നോ കരിഞ്ഞ മണം വന്നപ്പോഴാണ് രണ്ടുപേരും പരസ്പരം വിട്ടകന്നത്. വർണ്ണ ദേഷ്യത്തിൽ കരിഞ്ഞ ദോശയിലേക്കും ദത്തൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. സോറി, അത് പറഞ്ഞ് ദത്തന് ഒരു വളിച്ച് ചിരിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വർണ്ണ ബെഡിൽ വന്ന് കിടന്നു. ഉറങ്ങുന്ന ഫാനിലേക്ക് നോക്കി കിടക്കുന്ന വർണ്ണയെ കണ്ട് ദത്തൻ റൂമിലേക്ക് വന്നു. എന്താ അത്ര ആലോചന? ടേബിളിൻ്റെ മുകളിലെ ഫയലും മറ്റും അടക്കി വെക്കുന്നതിന് ദത്തൻ ചോദിച്ചു. പക്ഷെ വർണ്ണ ഒന്നും കേട്ടിരുന്നില്ല. അത് കണ്ട് ദത്തൻ മേശപ്പുറത്തിരുന്ന പെൻ അവളുടെ മേലേക്ക് എറിഞ്ഞു. ഡി! ദത്തൻ്റെ വിളിയിൽ അവൾ ഞെട്ടിപ്പടഞ്ഞു. എന്താ ദത്ത, എന്തിനാ വിളിച്ചേ? നീ എന്താ കണ്ണൂർന്ന് നിന്ന് സ്വപ്നം കാണും? എത്ര നേരമായി ഞാൻ വിളിക്കണു? ആണോ, ഞാൻ കേട്ടില്ല. വർണ്ണ ബെഡിലേക്ക് കിടന്ന് ദത്തൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്നു. അവൻ കൊണ്ടുവന്നിരുന്ന ഓഫീസ് ഫയലും പേപ്പേഴ്സും ടേബിളിൽ ഭംഗിയായി അടക്കി വെച്ചിരിക്കുന്നു നോക്കി വർണ്ണ കിടന്നു. എന്താടാ പറ്റിയേ? വയ്യ എൻ്റെ കുട്ടിക്ക്? ഒന്നുമില്ല, ഞാനൊരു കാര്യം പറഞ്ഞ കേൾക്കോ ദത്ത? എന്താ എൻ്റെ കുഞ്ഞ്, പറ. ദത്തൻ അവളുടെ അരികിലായി വന്നിരുന്നു നെറുകയിൽ തലോടി. നമുക്ക് തറവാട്ടിലേക്ക് പോവാം ദത്ത. ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഒരു സുഖമില്ല എനിക്ക്. ഭദ്രയും ശീലുവിനെയൊക്കെ കാണാൻ തോന്നാ. എല്ലാവരും മിസ് ചെയ്യാം. അതെങ്ങനെയാണ് നമ്മൾ പോവാ? എൻ്റെ കുട്ടിക്ക് ഇവിടെ ക്ലാസ്സില്ലേ, പിന്നെ ഓഫീസ്, എൻ്റെ വർക്കുകൾ എല്ലാം ഇട്ടിട്ട് എങ്ങനെ പോവാ അവിടെ പോയി നിൽക്കുക? അവൾ സങ്കടത്തോടെ മൂളി കണ്ണടച്ച് കിടന്നു. ദത്തൻ തനിക്ക് നോക്കാനുള്ള ചില ഫയലുകൾ എടുത്ത് ബെഡ് റെസ്റ്റ് ചാരിയിരുന്നു. ഒരു കയ്യിൽ ഫയൽ പിടിച്ച് മറു കൈ കൊണ്ട് വർണ്ണയുടെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു. ദത്താ, ദത്താ, എന്താടാ? എനിക്കൊരു ബിരിയാണി വാങ്ങിത്തരുമോ? ഇന്നലെ കഴിച്ച സ്ഥലത്ത് നിന്ന്. സങ്കടം കൊണ്ടാ? ദത്തൻ്റെ നോട്ടം കണ്ട് വർണ്ണ നിഷ്കളങ്കത വാരി വിതറി. എൻ്റെ കുട്ടി ഒന്ന് എണ്ണീറ്റേ. ബിരിയാണിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്ന്. അവൻ വർണ്ണയെ ബെഡിൽ എണീപ്പിച്ചിരുത്തി നേരെ അടുക്കളയിലേക്ക് പോയി. ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി വന്ന ടേബിളിൻ്റെ ഡ്രോ തുറന്ന് ഒരു ടാബ്ലറ്റ് എടുത്ത് വർണ്ണയുടെ അരികിലേക്ക് വന്നു. ദാ, ഇത് കഴിക്കി. എന്തിനെന്താ ഗുളിക? എനിക്ക് അസുഖമൊന്നുമില്ല. അവൾ തൻ്റെ നെറ്റിയിലേക്കും കഴുത്തിലേക്കും തൊട്ടുകൊണ്ട് പറഞ്ഞു. ഒന്നും ഉണ്ടാകാതിരിക്കാൻ അത് കഴിക്കാൻ പറയണേ. വർണ്ണ ഒന്നും മനസ്സിലാവാതെങ്കിലും വാങ്ങി അത് കഴിച്ചു. ദത്ത,
വെറുതെ ഇങ്ങനെ ഗുളിക കഴിച്ചാൽ മരിച്ചു പോവില്ലേ? അല്ല, നീ എന്താ കഴിക്കാത്തേ? നിഷ്കളങ്കമായി പറയുന്ന അവളെ കണ്ട് ദത്തന് വല്ലാത്ത വാത്സല്യം തോന്നി. അവൻ കയ്യിലെ ഗ്ലാസ് ടേബിളിന് മുകളിൽ വെച്ച് വർണ്ണയുടെ മടിയിൽ തല വെച്ച് കിടന്നു. എൻ്റെ ദേവൂട്ടി ഇപ്പം ചെറിയ മോളല്ലേ, അപ്പോൾ ഒരു കുഞ്ഞാവെങ്ങാനും വന്ന് എൻ്റെ കുട്ടിക്ക് അതെങ്ങനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല, എനിക്ക് എൻ്റെ കുഞ്ഞാവെ സ്നേഹിച്ചിട്ട് കൊതി തീർന്നില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാ ഈ ടാബ്ലറ്റ്. ദത്തൻ അവളെ നോക്കി പറഞ്ഞത്. അവളുടെ മുഖത്ത് മാറി മാറി വരുന്ന ഭാവങ്ങൾ കാണുമായിരുന്നു അവൻ. അയ്യടാ, എന്താ അവളുടെ ഒരു നാണം. അത് പറഞ്ഞ ദത്തൻ അവളുടെ വയറിലേക്ക് മുഖം ചേർത്ത് ഇക്കിളിയാക്കി. വർണ്ണ ഉറക്കെ കുലുങ്ങി ചിരിച്ചുകൊണ്ട് ബെഡിലേക്ക് വീണു. അവളുടെ ചിരിയോളുകൾ ആ റൂമിൽ ആകെ പ്രതിധ്വനിച്ചു. ദത്തൻ പെട്ടെന്ന് എണീറ്റ് അവളുടെ ഒരു സൈഡിലായി കൈകുത്തി നിന്ന് വർണ്ണ ചിരി നിർത്താൻ പാടുപെട്ടു. ഇങ്ങനെ ചിരിക്കാതൊരു പെണ്ണെ, കൺട്രോൾ. ദത്തൻ തൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു. വർണ്ണയുടെ പിടയ്ക്കുന്ന മിഴികളും വിറയ്ക്കുന്ന ആദരങ്ങളും ദത്തനങ്ങൾ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. അവൻ ഇരു കൈകൾ കുത്തി അവൾക്ക് അധികം ഭാരമാവാത്ത രീതിയിൽ അവളുടെ ശരീരത്തിലേക്ക് അമർന്നു. ദത്തൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് ചേർന്നതും വർണ്ണ ഒന്ന് ഉയർന്നു പൊന്തി. അവൻ്റെ മുഖം അവളുടെ ശരീരമാകെ എന്തിനോ അലഞ്ഞു നടന്നു. അവൻ വീണ്ടും അവളിൽ പുതിയ പ്രണയ കാവ്യം രചിച്ചു. മറയായിരുന്ന വസ്ത്രങ്ങൾ പതിയെ അഴിഞ്ഞു മാറി. അവളുടെ ഓരോ രോമകൂപങ്ങളെയും തൊട്ടുണർത്തി ദത്തൻ വീണ്ടും അവളിൽ പടർന്നു കയറി. അവൻ്റെ ചുംബനങ്ങൾ സ്പർശത്തിൻ്റെയും പ്രണയത്തിൻ്റെ ആലസ്യത്തിൽ അവളും സ്വയം മറന്നു. അവസാനം അവളിലേക്ക് ഒരിക്കൽ കൂടെ അവൻ ആഴ്ന്നിറങ്ങി. ദത്തൻ ഒരു തളർച്ചയോടെ അവളുടെ മാറിലേക്ക് ചേർന്ന് കിടന്നു. കിതപ്പടക്കാൻ രണ്ടുപേരും ഒരുപാട് പാടുപെട്ടു. ശരീരങ്ങൾ തമ്മിൽ വിയർത്തൊഴുകി. അവളിലേക്ക് വീണ്ടും വീണ്ടും ആഴ്ന്നിറങ്ങാൻ അവൻ കൊതിച്ചുവെങ്കിലും സ്വയം വിലക്കി. ദത്തൻ ബെഡിലേക്ക് കിടന്ന് അടുത്ത് കിടക്കുന്നവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. തളർന്നു കിടക്കുന്ന അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. വർണ്ണയും നാണത്താൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. ഉച്ചയ്ക്ക് ദത്തൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോഴാണ് വർണ്ണ ഉറക്കമുണർന്നത്. എണീക്കടാ, സമയം ഒരുപാടായി. നീ പൊക്കോ, ഞാൻ വന്നോളാം. അതെന്താ അങ്ങനെ? നീ എണീക്കി, ദത്തൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. പോടാ, അവൾ പുതപ്പ് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പോടാന്നാ, ഞാൻ വലിക്കട്ടെ, ദത്തൻ പുതപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എടാ ദുഷ്ട, വേണ്ടടാ പ്ലീസ്, വർണ്ണ ഉറക്കലറി. ഒന്ന് പതിയെ പെണ്ണെ, അപ്പുറത്തിപ്പുറത്ത് വീടുകളുള്ളതാ. ദത്തൻ അവളുടെ വാപ്പുത്തി പിടിച്ചു. വർണ്ണയുടെ കണ്ണുകൾ പേടിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു. ഇങ്ങനെ നോക്കല്ലേ പെണ്ണെ, എന്നെ ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇനി എന്നെ വഴി തെറ്റിച്ചാൽ ചിലപ്പോൾ എൻ്റെ കുട്ടി ആകെ ക്ഷീണിച്ചു കൂട്ടാ. അത് പറയുന്ന കേട്ട് പറഞ്ഞ കണ്ണുകൾ ഇറുക്കി അടച്ചു. അത് കണ്ട് ദത്തൻ അവൾ പുഞ്ചിരിയോടെ നോക്കി. ശേഷം അവളുടെ പുതപ്പിനുള്ളിലേക്ക് കയറി അവളുടെ മേലിലേക്ക് പതിയെ അമർന്നു. വർണ്ണയുടെ ഹൃദയമിടിപ്പ് ദത്തന് അറിയുന്നുണ്ടായിരുന്നു. ദത്തൻ അവളുടെ തോളിലേക്ക് മുഖം ചേർത്ത് വെച്ചു. ഇരു കൈകൾ കൊണ്ട് അവളെ ഇറുക്കി പുണർന്നു. കുറച്ചു നേരം അവൻ അങ്ങനെ തന്നെ കടന്ന് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ച ശേഷം അവളിൽ നിന്ന് അകന്നു മാറി. ദത്തൻ്റെ കുഞ്ഞിപ്പെണ്ണ്, എണീറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വാട്ടാ, അതോ ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ദത്തനായി ചോദിച്ചും വർണ്ണ അവനെ നോക്കി പേടിപ്പിച്ചു. അയ്യോ, ഇങ്ങനെ നോക്കി പേടിപ്പിക്കലടി, ഞാൻ ഏത് ഉദ്ദേശത്തില്ല പറഞ്ഞെന്ന് എനിക്കറിയാം, വേണ്ടെങ്കിൽ വേണ്ട. അത് പറഞ്ഞ ദത്തൻ വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. രാവിലെ 7:30 കഴിയാതെ ബെഡിൽ നിന്ന് എണീക്കാത്ത ഞാൻ ഇന്നിത് പറയാൻ വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടും നേരത്തെ എണീറ്റു. അതും 6 മണിക്ക്. പതിവില്ലാതെ നേരത്തെ എണീറ്റ് എന്നെ കണ്ടിട്ട് എല്ലാവരും ഞെട്ടിത്തിരിച്ചു. അത് പോരാതെ കഴിഞ്ഞ ദിവസം ദത്തൻ്റെ പറഞ്ഞയുടെയും ഫസ്റ്റ് നൈറ്റ് എഴുതി കഴിഞ്ഞിട്ടേ വെറുതെ ചിരിച്ചു നടക്കണ എന്നെ കണ്ടിട്ട് എനിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയെന്ന സംശയം ഇവിടെ ഉള്ളവർക്കുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടി ആയതും അവർ ഉറപ്പിച്ചു എനിക്ക് എന്തോ പറ്റിയെന്ന്. അതൊക്കെ പോട്ടെ, ഞാൻ വിചാരിച്ച അത്ര ലെങ്ത് കിട്ടിയില്ല. നിങ്ങളിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടാ.
അപ്പോൾ നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാവേ. ബായ്, താങ്ക് യു.